ഇന്നത്തെ റെസിപ്പി ഇഡ്ഡലി മാവ് വെച്ച് ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയെടുത്തതാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിൽ ഒന്ന് കണ്ടു നോക്കാം. ഈ ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുന്നതിന് ഞാൻ 1 കപ്പ് നല്ല ഇഡ്ഡലിയുടെ മാവാണ് എടുത്തിരിക്കുന്നത്. കട്ടിയായിട്ടുള്ള മാവ് വേണം. ദോശയുടെ മാവായാൽ അത് കുറച്ചുകൂടെ വെള്ളമായി പോകുന്നതുകൊണ്ട് എടുക്കരുത്. ഇഡ്ഡലിയുടെ മാവാണ് നല്ലത്. ഈ മാവിന് സാധാരണ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പം ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഈ സ്നാക്കിന് വേണ്ട ഉപ്പ് ചേർക്കാവൂ. ഇതിലേക്ക് ഒരു 8 ചുവന്നുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എല്ലാം ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കണം. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറുജീരകം ഇട്ട് കൊടുക്കാം. ഉപ്പ് ഞാൻ നോക്കി അധികം ഉപ്പില്ല, അതുകൊണ്ട് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ വറുത്ത റവയും കൂടെ ഇതിനൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ്. മാവ് നന്നായിട്ട് നമ്മളെല്ലാം കൂടെ ഇളക്കിയെടുത്തിരിക്കുകയാണ്. ഇതിനി നമുക്കൊന്ന് വറുത്തെടുക്കാം. ഒരു പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടാകട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ മാവിലേക്ക് ഉരുള ഉരുട്ടിയിടുന്നതിന് മുമ്പായിട്ട് നമുക്ക് വെള്ളത്തിലൊന്ന് കൈ നനച്ചു കൊടുക്കണം. അപ്പോൾ അത് മുഴുവനും നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റും. കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അകത്ത് വേവ് കയറുകയില്ല. നമുക്ക് കുറേശ്ശെ ഇട്ട് നമുക്ക് മുരിച്ചെടുക്കാം. ഈ മാവിൻ്റെ കൂടെ മല്ലിയില ഉണ്ടെങ്കിലും കുറച്ചിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. എൻ്റെ കയ്യിൽ മല്ലിയില തീർന്നു പോയായിരുന്നു. നമുക്ക് ഈ ബോൾസ് എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിരിക്കുകയാണ്, അകത്തെല്ലാം അതിൻ്റെ വേവ് കയറാൻ വേണ്ടി. നമുക്കിത് കോരിയെടുക്കാം. ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം. അങ്ങനെ നമ്മൾ 1 കപ്പ് മാവ് കൊണ്ട് നല്ലൊരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇഡ്ഡലിയുടെ മാവ് എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.